ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FIUGP BCOMലെ 5th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് എന്ന പേപ്പറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോക്കാം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ആൻ അസസി. അതായത് ഇവിടെ അസസി എന്ന് പറഞ്ഞാൽ ആരാണോ ടാക്സ് അടക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തി അവരെയാണ് നമ്മൾ അസസി എന്ന് പറയാം. ദ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് ആണ് അസസി. അതായത് ആരാണോ ടാക്സ് അടക്കേണ്ടി വരുന്ന വ്യക്തി അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. For the purpose of charging income tax in India, taxable persons are classified into 3 categories as follows. അതായത് ഇൻകം ടാക്സിൽ ഈ ടാക്സബിൾ പേഴ്സൺസിനെ 3 കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, ദെൻ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, 3 നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തരംതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയാം. ദെൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, മൂന്നാമത്തത് നോൺ റെസിഡൻറ്റ്. ഇതെങ്ങനെയാണ് ഈ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 2 കണ്ടീഷനാണുള്ളത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മെയിനായിട്ട് 2 കണ്ടീഷനെ നോക്കിയിട്ടാണ്. അതിലൊന്ന് ബേസിക് കണ്ടീഷൻ, അതിലൊന്നാമത്തതാണ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ഈ 2 തരം കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തത് ബേസിക് കണ്ടീഷനാണ്, സെക്കൻഡ് വൺ അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷനിൽ തന്നെ 2 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കുക. ദി അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 152 ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചിരിക്കണം. അതായത് അസസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് ടാക്സ് അടക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തിയാണ് അസസി. അസസി നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻകം ടാക്സിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് പ്രീവിയസ് ഇയറിൻ്റെ ടാക്സാണ് നമ്മൾ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് തൊട്ട് മുന്നത്തെ വർഷത്തിൻ്റെയാണ് നമ്മൾ ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2026-27 നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്ന ഇയർ 2026-27. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2025-26. അത് ഓർത്തിരിക്കുക. നമ്മുടെ പ്രീവിയസ് ഇയർ 2025-26. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2025-26. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2026-27. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ 2025-26, അസസ്മെൻറ്റ് ഇയർ 26-27. അപ്പോൾ നമ്മളെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ ഡാറ്റേൻ്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അസസി നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2025-26 ഇന്ത്യയിൽ 152 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അസസി ഇന്ത്യയിൽ എന്താണ്, പ്രീവിയസ് ഇയറിൽ 152 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കുക. ദ അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days or more
and has been in India for a period of 365 days or more during the 4 years preceding the previous year. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞ എത്രയാണ്? 152 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മുടെ 2025-26 വർഷത്തിൽ, അതാണല്ലോ നമ്മുടെ പ്രീവിയസ് ഇയർ, ആ വർഷത്തിൽ 152 ദിവസം വേണ്ട, 60 ദിവസം ഉണ്ടായാൽ തന്നെ മതി. ഈ 60 ദിവസവും പ്ലസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം, അതായത് ഒരു വർഷത്തിൻ്റെ അടുത്ത് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിൽ 60 ദിവസം മതി, 152 ദിവസം വേണ്ട, 60 ദിവസം മതി, പ്ലസ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അതായത് ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അസസി റെസിഡൻ്റ് ആവും. ഓക്കെ, മനസ്സിലായോ? ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ റെസിഡൻ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ പറയുന്നത് എന്താണ്? അസസി ഇന്ത്യയിൽ 152 ദിവസം ഉണ്ടാവണം. രണ്ടാമത്തെ കേസ് പറയുന്നത് 152 ദിവസം ഉണ്ടാവണമെന്നില്ല, 60 ദിവസം ഉണ്ടായാൽ മതി, പ്ലസ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാലും മതി. ഇവിടെ ഓറാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒന്ന് എന്താണ് ഫോളോ ചെയ്താൽ തന്നെ, സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അസസി റെസിഡൻ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അസസി റെസിഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലോ? രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലും അസസി റെസിഡൻ്റ് തന്നെയാണ്. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും അസസി റെസിഡൻ്റ് ആണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലും അസസി റെസിഡൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ നമ്മുടെ ബേസിക് കണ്ടീഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അസസി ബേസിക് കണ്ടീഷനിൽ ഒന്നോ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അസസി റെസിഡൻ്റ് ആവും. ഇനി ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആണ് ആവുക. ബേസിക് കണ്ടീഷൻ ഒന്നോ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലും അസസി റെസിഡൻ്റ് ആവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഈ രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ ഒരു 60 ഡേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു അസസി 60 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി, പ്ലസ് എന്താണ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി. പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കുക. ദ 60 days mentioned above shall be extended to 182 days in the following cases. താഴെ പറയുന്ന രണ്ട് കേസസിൽ ഇത് 60 ദിവസം എന്നുള്ളത് എത്ര തന്നെ വേണം? 152 ദിവസം തന്നെ വേണം. ഓക്കെ, താഴെ പറയുന്ന രണ്ട് കേസസിൽ എന്താണ് 60 ദിവസം എന്നുള്ളതിന് പകരം എത്ര തന്നെ വേണം? 152 ദിവസം തന്നെ വേണം. അസസി 152 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതായിട്ട് നമ്മൾ കരുതും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കുക. ഒന്ന്, ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ്, ഹു ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ദ ക്രൂ ഓർ ആൻ ഇന്ത്യൻ ഷിപ്പ് ഓർ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോവാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് മെമ്പറായിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് 60 ദിവസം പോരാ, എത്ര തന്നെ വേണം? 152 ദിവസം തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യ വിട്ട് പോവുകയാണ്, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ്, അതേപോലെ ഇന്ത്യൻ ഷിപ്പിലെ മെമ്പറാണ്, ക്രൂ ആണെങ്കിൽ അവർക്ക് എത്ര തന്നെ വേണം? 60 ദിവസം പോരാ, 152 ദിവസം തന്നെ ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ ബേസിക് കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യൂ.
ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബീയിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ്, ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരുന്നുണ്ടെങ്കിൽ എത്ര പോരാ, 60 ദിവസം പോരാ, എത്ര തന്നെ വേണം, 152 ദിവസം തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യയിലോട്ട് വിസിറ്റിന് വരുന്നതാണെങ്കിൽ 60 ദിവസം പോരാ, എത്ര തന്നെ വേണം, 152 ദിവസം തന്നെ ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിലും ചില എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്, അതാണ് താഴെ ഒരു കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കുക. വിത്ത് എഫക്റ്റ് ഫ്രം ദ ഇയർ 2020-21 the period of stay of 182 days has been reduced to 120 days in the case of a person whose taxable income other than from foreign sources more than 15 lakh. അതായത് 2020-21 മുതലാണ് ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആവുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 152 ദിവസം വേണമെന്ന്. ഈ 152 ദിവസം എന്നുള്ളത് ചില കേസിൽ 120 ദിവസമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 152 ദിവസം എന്നുള്ളത് 120 ദിവസമാക്കിയിട്ട് കുറച്ച സിറ്റുവേഷനാണ് പറയുന്നത്. അവരുടെ ടാക്സബിൾ ഇൻകം, അതായത് ഫോറിൻ സോഴ്സ് എന്നല്ലാതെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് എത്ര ദിവസം മതി, 120 ദിവസം ഉണ്ടായാൽ തന്നെ അവർ റെസിഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 152 ദിവസം വേണമെന്ന് നമ്മൾ 2 കേസിൽ 152 ദിവസം വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനൊരു എക്സെപ്ഷണൽ കേസാണ് ഈ അസസിയുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് 152 ദിവസം വേണ്ട, അല്ലെ എത്ര മതി, 120 ദിവസം ഉണ്ടായാൽ തന്നെ അവർ റെസിഡൻ്റ് ആവും. അപ്പോൾ ആ കാര്യമാണ് ഈ ഒരു കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ നോക്കാം. എ പേഴ്സൺ ഹൂ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ മെൻഷൻഡ് അബവ് ഈസ് റെസിഡൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അസസി റെസിഡൻ്റ് ആവും. അപ്പോൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബേസിക് കണ്ടീഷനാണ്. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒന്നോ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അസസി റെസിഡൻ്റ് ആവും. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ റെസിഡൻ്റ് ആവും. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആവും. ഇനി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത അഡീഷണൽ കണ്ടീഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. ബട്ട് ടു ഡിറ്റർമൈൻ വെദർ ദ പേഴ്സൺ ഈസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓർ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ദ ഫോളോയിങ് അഡീഷണൽ കണ്ടീഷൻ ഹാസ് ടു ബി കൺസിഡേർഡ്. അതായത് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അഡീഷണൽ കണ്ടീഷനാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ, ദ അസസി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 years preceding the previous year. അതായത് അസസി റെസിഡൻ്റ് ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ്, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം. ഓക്കെ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം അസസി റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അസസി പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ നോക്കാം. ദ അസസി ഹാസ് ബീൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിങ് ദ 7 preceding the previous year. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിന്, നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്, 2025-26, അതിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യയിലുണ്ടായിരിക്കണം. നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അസസി പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം. 730 ദിവസം എന്ന് പറയുമ്പോൾ സാധാരണ 365 ദിവസം കൂട്ടുകയാണെങ്കിൽ 2 വർഷം. മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. 730 days 7 വർഷത്തിനകത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇനി നോക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കുക.
ഒന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. അസസി സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ ഈസ് കോൾഡ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസിക് കണ്ടീഷനിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമ്മൾ പറഞ്ഞു അസസി റെസിഡൻ്റ് ആവും. ഓക്കെ, 2 അഡീഷണൽ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അസസി റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അസസി ഓർഡിനറി റെസിഡൻ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കിയേ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് നോക്കിയേ. അസസി സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ഇവിടെ ബേസിക് കണ്ടീഷൻ ഒന്ന് ചെയ്താൽ തന്നെ ആവും, ബേസിക് കണ്ടീഷൻ 2 ചെയ്താലും ആവും. അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കുക. ബേസിക് കണ്ടീഷൻ ഒന്നും, ദെൻ നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അഡീഷണൽ കണ്ടീഷൻ ഒന്ന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ബേസിക് കണ്ടീഷൻ ഒന്ന് ചെയ്താൽ റെസിഡൻ്റ് ആവും, അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നില്ല, ഒന്നുകിൽ എന്താണ് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ അസസി എന്താണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്താൽ മാത്രമേ ഓർഡിനറി റെസിഡൻ്റ് ആവൂ. അഡീഷണൽ കണ്ടീഷൻ ഒന്നേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നില്ല എങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് നോൺ റെസിഡൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിക് കണ്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആണ്. ബേസിക് കണ്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് തന്നെയാണ്. ആ സിറ്റുവേഷൻസും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. 2 ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അസസി എന്താവും? റെസിഡൻ്റ് ആവും അല്ലേ? ഓക്കെ, അപ്പോൾ റെസിഡൻ്റ് ആണ്. 2 അഡീഷണൽ കണ്ടീഷനും ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റാറ്റസ് എന്ത് വരും? റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കി, സാറ്റിസ്ഫൈങ് ബോത്ത് ദ ബേസിക് കണ്ടീഷൻ. 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അസസി റെസിഡൻ്റ് ആവും. ആൻഡ് 1 ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ ഒന്നേ ചെയ്യുന്നുള്ളൂ, ഒന്ന് ചെയ്താൽ എന്താവില്ല? ഓർഡിനറി റെസിഡൻ്റ് ആവില്ല, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റാറ്റസ് വരുന്നത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള കേസ് വരും. മൂന്നാമത്തെ നോക്കി, സാറ്റിസ്ഫൈങ് ബോത്ത് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ 2 ചെയ്യുന്നു, അപ്പോൾ അസസി റെസിഡൻ്റ് ആണ്. ബട്ട് നൺ ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ ഇനി നോക്കുക, സാറ്റിസ്ഫൈങ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒന്ന് ചെയ്താൽ തന്നെ എന്താവും? റെസിഡൻ്റ് ആവും. ആൻഡ് ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നു, അങ്ങനെയെങ്കിൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്, കാരണം അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, സാറ്റിസ്ഫൈങ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒന്ന് ചെയ്താൽ റെസിഡൻ്റ് ആവും. 1 ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ ഒന്നേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. Then satisfying 1 of the basic condition but none of the additional condition. ബേസിക് കണ്ടീഷൻ ഒന്ന് ചെയ്താൽ റെസിഡൻ്റ് ആവും, അഡീഷണൽ കണ്ടീഷൻ 2 ചെയ്യുന്നില്ല, അങ്ങനെയെങ്കിൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഏഴാമത്തത് സാറ്റിസ്ഫൈങ് നൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ബട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബേസിക് കണ്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷനിലോട്ട് പോകേണ്ട കാര്യമേ ഇല്ല, എന്താണ്? നോൺ റെസിഡൻ്റ് ആയിരിക്കും. ബേസിക് കണ്ടീഷൻ ചെയ്യുന്നില്ല എങ്കിൽ അസസി നോൺ റെസിഡൻ്റ് ആണ്. ഇനി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. നോക്കുക, മിസ്റ്റർ ജയ്സൽ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ലെഫ്റ്റ് ഫോർ USA ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 15th February 2025. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ബിസിനസ് പർപ്പസ്. ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1/4/2025 and again went for an European tour on 30th April 2025. He returned to India on 5th March 2026 and remained in the country thereafter. From the business in Europe, he earned a net income of 50 lakh.
ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ ഇയർ 25-26. ഈസ് ഹീ ലയബിൾ ടു പേ ടാക്സ് ഇൻ ഇന്ത്യ ഓൺ ബിസിനസ് ഇൻകം ഏൺഡ് എബ്രോഡ്? ഓക്കെ, 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനും പിന്നെ അവിടുന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഡേറ്റ് തന്നിട്ടുണ്ട്. ഈ ഡേറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് കണ്ടീഷനുണ്ട്, അഡീഷണൽ കണ്ടീഷനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം താമസിച്ചിരിക്കണം? 182 ദിവസം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? നമ്മുടെ പ്രീവിയസ് ഇയർ 2025-26 എന്നുള്ളതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിനകത്താണ് നമ്മൾ 152 ദിവസം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കാം, ഇന്ത്യൻ സിറ്റിസൺ ആണ്. USA ആദ്യമായിട്ട് പോകുന്നത് 2025 ഫെബ്രുവരി 15-നാണ്. 2025 ഫെബ്രുവരി 15-നാണ് ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മൾ പറഞ്ഞു 2025-26 നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ തുടങ്ങുന്ന ഡേറ്റ് എപ്പോഴാണ്? 1/4/25 മുതൽ 31/3/26 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നത്. സാധാരണ ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് മാർച്ച് 31 വരെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ. അതുതന്നെയാണ് ഇവിടെ 1/4/2025 ഏപ്രിൽ 1, 2025 മുതൽ 2026 മാർച്ച് 31 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിനകത്ത് ഈ ഒരു ഡേറ്റിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ, ദി അസസി is in India during the previous year for a period of 182 days or more. അതാണല്ലോ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആദ്യം ബേസിക് കണ്ടീഷൻ ഒന്ന് അതേപോലെ തന്നെ ആ കണ്ടീഷൻ അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് നോക്കുക. ഇവിടെ നോക്കിയേ, 15/2/2025 എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണോ? നമ്മുടെ പ്രീവിയസ് ഇയറിനകത്ത് വരുന്ന ഡേറ്റ് ആണോ? അല്ല, അത് ഫെബ്രുവരി തൊട്ട് മുന്നത്തെ ഡേറ്റ് ആണ്. അപ്പം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. Then he returned to India on 1/4/2025. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1/4/2025 ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. ഓക്കെ, ആൻഡ് എഗെയിൻ വെൻറ്റ് ഫോർ എ യൂറോപ്യൻ ടൂർ ഓൺ 30/4/2025. അപ്പോൾ വന്ന ഡേറ്റ് നോക്കുക, 1/4/25 വന്നു, 30/4/25 എന്ത് ചെയ്തു? വീണ്ടും പോയി, യൂറോപ്യൻ ടൂറിന് പോയി. അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? അതായത് ഏപ്രിൽ 1 വന്നു, അതേ മാസം 30-ാം തീയതി പോയി. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് കറക്റ്റ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ എത്ര ദിവസമുണ്ട്? ഇതെങ്ങനെ കാണാം? ഇത് നമ്മൾ സാധാരണ ചെയ്യുക, 30 എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ 1 കുറക്കുക, 30 1 കുറക്കുക, അതിനോട് 1 ആഡ് ചെയ്യുക. ഓക്കെ, 30നോട് 1 കുറക്കുക, അതിനോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര തന്നെ വരും? 30 തന്നെ വരും. ഇനി ഇതല്ല, ഇപ്പോൾ ഇവിടെ 3-ാം തീയതിയാണ് കൊടുത്തതെങ്കിൽ ഏപ്രിൽ 3 ഏപ്രിൽ 30 വരെയാണെങ്കിൽ 30-ന്ന് 3 കുറക്കുക, 27 കിട്ടും, അതിനോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ 28 ദിവസം കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ എത്ര ദിവസമുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 30 ദിവസം എന്ന് നമുക്ക് കിട്ടും. 30 ഡേയ്സ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വന്ന ഡേറ്റും പോയ ഡേറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. അതായത് എൻട്രിയും എക്സിറ്റും നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, വന്ന ഡേറ്റും പോയ ഡേറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ കൗണ്ട് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ 1/4/25 വന്നു, 30/4 പോയി. അപ്പം മൊത്തം 30 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം നോക്കിയേ, ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 5th March 2025. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തന്നെ അല്ലേ, മാർച്ച് 5-ന് തിരിച്ചു വന്നു.
5/3/26 തിരിച്ചു വന്നു. ആൻഡ് റിമെയിൻഡ് ഇൻ ദ കൺട്രി ദെയറാഫ്റ്റർ. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ തുടർന്നു. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് തീരുന്നത്? 31/3/26 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീർന്നു. ഓക്കെ, അപ്പോൾ അതുവരെയുള്ളതല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടു. അപ്പോൾ 5-ാം തീയതി വന്നു, 31-ാം തീയതി ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അതുവരെയുള്ള ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും എണ്ണി കൂട്ടാൻ നിൽക്കണ്ട. 31 എന്ത് ചെയ്യുക? 5 കുറക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 26 കിട്ടും. ആ 26നോട് 1 കൂട്ടാം. ഓക്കെ, ആ 1 എന്നുള്ളത് കോമൺ ആണ്. ആഡ് ചെയ്യുന്ന 1 കോമൺ ആണ്. 31 5 കുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 31 5 കുറക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 27 ദിവസം കിട്ടും. ഓക്കെ, അതിനുശേഷം ഇല്ലല്ലോ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീർന്നില്ലേ? നമ്മുടെ പ്രീവിയസ് ഇയർ തീർന്നു. അപ്പോൾ ടോട്ടൽ എത്ര ദിവസമുണ്ട്? 57 ദിവസമാണ് SSC ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 57 ദിവസമാണ് SSC ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 152 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എഴുതുക, SSC ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണെന്ന് എഴുതണം. അതിനുശേഷം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. മിസ്റ്റർ ജയ്സൽ വാസ് ഇൻ ഇന്ത്യ ഫോർ 57 days ഓൺലി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2025-26. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? SSC ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, പ്ലസ് 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. നമുക്ക് ഓൾറെഡി നമ്മൾ SSC എത്ര ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ദിവസം? 57 ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 60 ദിവസം തികയ്ക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനും എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക? നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കൊടുക്കുക. ഹി വാസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 365 days during the 4 years preceding the previous year but was not India for more than 60 days during the previous year. അതായത് 4 വർഷത്തിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് പോകുന്നത് തന്നെ 2025-ലാണ്. അപ്പോൾ അതിന് മുന്നത്തെ 4 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ ഫസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സെക്കൻഡും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ SSC നോൺ റെസിഡൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏതിലോട്ട് നോക്കേണ്ട കാര്യമില്ല, അഡീഷണൽ കണ്ടീഷനിലോട്ട് പോവേണ്ട കാര്യമില്ല. ഓക്കെ, ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ SSC നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഹി ഈസ് നോൺ റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ 2025-26. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എന്താണ്? എബ്രോഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ ഇന്ത്യ ഫോർ ദ ഇൻകം ഏൺഡ് എബ്രോഡ്. നോൺ റെസിഡൻ്റ് ആണ്. പുറത്ത് ഏൺ ചെയ്യുന്ന ഇൻകം, ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, മിസ്റ്റർ ആനന്ദ്, a citizen of Indian origin employed in London since 1993, comes to India on 30th June 2019. He remained in India for 3 years and went to USA on 1st July 2022. ഡേറ്റ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. He returned to India on 1st April 2023 and went back to USA on 31st July 2024. Again he returned to India on 1st January 2026, securing transfer from USA to the Delhi branch of the company. Determine his residential status for the previous year 2025-26. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. ആദ്യം തന്നെ ഓർക്കേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ 2025-26 വർഷമാണ്.
ആ വർഷത്തിൽ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 31/7/2024 USA പോകുന്നത്, തിരിച്ചു പോകുന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് 1/1/2026, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ ആകെ വന്നിട്ടുള്ളത് 1/1/26 അതെന്താണ്, ഇവിടെ ഡൽഹിയിൽ തന്നെ ട്രാൻസ്ഫർ വാങ്ങി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്ത് എവിടെയുണ്ട്, നാട്ടിലുണ്ട്. ഓക്കെ, 1/1/2026 നാട്ടിലോട്ട് വന്നു. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് 31/3/26 അപ്പോൾ ആ ഡേറ്റ് വരെ ഇന്ത്യയിലുണ്ട്. എത്ര ദിവസമുണ്ടെന്ന് കണ്ടുപിടിക്കണം. 1/1/26 എന്ന് പറയുമ്പോൾ ജനുവരി 1. ജനുവരി മാസം എത്ര ദിവസമുണ്ട്, 31 ദിവസമുണ്ട്. ഫെബ്രുവരി, ഇത് 2026 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല, അപ്പം അതുകൊണ്ട് തന്നെ 28 ദിവസമേ ഉണ്ടാവൂ, അത് ഈ വർഷമല്ല. ദെൻ മാർച്ച് 31 ദിവസം ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന ദിവസവും പോകുന്ന ദിവസവും നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, എൻട്രിയും എക്സിറ്റും നമ്മൾ കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വന്ന 1-ാം തീയതി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര ദിവസം കിട്ടും നമുക്ക്, 90 ദിവസം കിട്ടും, 90 ഡേയ്സ് കിട്ടും. ഓക്കെ, 90 ഡേയ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ 90 ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ അവിടെ എഴുതാം, SSC ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇല്ല. 152 ദിവസം ഇന്ത്യയിലുണ്ടോ, ഇല്ല. അപ്പോൾ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ അവിടെ എഴുതി കൊടുക്കുക. എന്താണ്, SSC പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നു, പ്ലസ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എത്ര ദിവസമുണ്ട്, 90 ദിവസമുണ്ട്. അപ്പോൾ 60 ദിവസം എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ, 60 ദിവസം ഇന്ത്യയിൽ ഉണ്ട്. ദെൻ അതിന് മുന്നത്തെ 4 വർഷം, എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ. ഇതിന് മുന്നത്തെ 4 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് 2024-25, 2023-24, 2022-23, 2021-22, ഇതാണ് ആ 4 വർഷം എന്ന് പറയുന്നത്. ഈ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എവിടെ പറയുന്നത്, കണ്ടീഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് നോക്കാം. 2019 കാര്യം നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല, 21-22 മുതലാണ്. ദെൻ 1/7/2022 ഇവിടെ പോയി, USA തിരിച്ചു പോയി. 1/7/2022 USA തിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ദെൻ ഹി റിട്ടേൺ ടു ഇന്ത്യ 1/4/2023, 1/4/2023 ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ എന്താണ്, ഇന്ത്യ വിട്ടു പോകുന്നത് 31/7/2024. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. 1/4/2023 വന്നു, 1/4/2023 വന്നു. പിന്നെ പോകുന്നത് 31/7/24. അതായത് ഒരു വർഷം, 23-24 വർഷം മുഴുവനായിട്ട്, 23-24 വർഷം മുഴുവനായിട്ട് എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. 1/4/2023 മുതൽ 31/3/24 വരെ ഇന്ത്യയിലുണ്ട്. കാരണം 31/7 ജൂലൈ 31 വരെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയർ 1/4/23 മുതൽ 31/3/24 വരെ മുഴുവനായിട്ട് ഇന്ത്യയിലുണ്ട്. പ്ലസ് 24-25 വർഷത്തിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 31 തിരിച്ചു പോകുന്നത്. 4 മാസവും ഇന്ത്യയിലുണ്ട്. ഓക്കെ, 2023-24 വർഷത്തിൽ ഒരു വർഷം മുഴുവനായിട്ടുണ്ട്. അതിങ്ങനെ തന്നുകൊണ്ടാണ് 1/4/2023 മുതൽ 31/7/2024 ഒരു വർഷം അവിടെ തീർന്നില്ലേ, മാർച്ച് ആകുമ്പോൾ ഒരു വർഷം തീർന്നു. അപ്പോൾ ഒരു വർഷം മുഴുവനായിട്ടുണ്ട്. ദെൻ 24-25 വർഷത്തിൽ 4 മാസവും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കണക്കൂട്ടി നോക്കേണ്ട ആവശ്യമുണ്ടോ, അതിന് മുന്നത്തെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 365 ദിവസം എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇന്ത്യയിൽ
ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇല്ലേ, ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരു വർഷം മുഴുവനായിട്ടും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 365 ദിവസം എന്നുള്ളത് എന്താണ്? SSC സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനും SSC എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ SSC സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ SSC റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൻസർ നോക്കിയേ. Mr. Anand was in India for more than 365 days during the 4 years preceding the year. He was in India for more than 60 days during the previous year. അപ്പോൾ എന്താണ്? SSC റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മളെന്ത് നോക്കണം? അഡീഷണൽ കണ്ടീഷൻ രണ്ടും നോക്കണം. അഡീഷണൽ കണ്ടീഷൻ രണ്ടും നോക്കുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതായത് 30/6/2019 ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് പറയുന്നു. ഇന്ത്യയിൽ ഈ റിമൈൻഡ് ഇൻ ഇന്ത്യ ഫോർ 3 years, 3 വർഷം ഇന്ത്യയിൽ തന്നെ നിന്നു. 3 വർഷം എന്ന് പറയുമ്പോൾ അതായത് ഏത് വർഷമാണത്? 2019 വരുന്നത്. ഓക്കെ, അപ്പോൾ 2019, 20, 2020, 21, 2021, 22, 22 തിരിച്ചു പോകുന്നത്. ഓക്കെ, 22, 23 വർഷത്തിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ 3 വർഷം മുഴുവനായിട്ട് എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ തന്നെ നമുക്ക് എത്ര? 730 ആവും. അപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്കൂട്ടി നോക്കുക. അതേപോലെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കൂട്ടി നോക്കുക. ആ 10 വർഷത്തിൽ എന്തായാലും 2 വർഷം റെസിഡൻ്റ് ആയിരിക്കും. കാരണം 3 വർഷം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 3 വർഷം മുഴുവനായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കും. അതേപോലെ 2 വർഷം എന്ന് പറയുമ്പോൾ അത് എന്താണ്? 730 ഡേയ്സ് തന്നെയാണ് വരിക. ഒരു വർഷം 365 ദിവസം വെച്ച് 2 വർഷത്തേക്ക് 730 ദിവസം തന്നെയാണ് വരിക. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് പറയാം. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ള 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അഡീഷണൽ കണ്ടീഷൻ രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക മിസ്റ്റർ ആനന്ദ് ഈസ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നോക്കുക. മിസ്റ്റർ ആനന്ദ് ഈസ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 25-26 എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. Miss Betty of Bangalore left for Australia for higher studies on 1/8/2021. She came to India on 20th December 2022 and stayed here for 7 months. Again she visited on 20th December 2023 and remained in India for 8 months. However, she did not come to India during the year ended 31st March 2026. Determine her residential status. ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അതായത് 20/12/2023 വന്നിട്ട് 8 മാസം ഇന്ത്യയിൽ നിന്നു. ഓക്കെ, അതായത് ഡിസംബർ 20, 2023 വന്നത്. 8 മാസം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ നിന്നു. ഓക്കെ, 2024 ഓഗസ്റ്റ് വരെ നിന്നു. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 25-26. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിന് തിരിച്ചു പോയി. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ടേയില്ല. 31/3/2026 മുന്നേ ഇന്ത്യയിലോട്ട് വന്നിട്ടേയില്ല. ഓക്കെ, അതായത് ഈ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് സമയത്ത് വന്നിട്ടേയില്ല. അങ്ങനെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല, സെക്കൻഡ് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ മിസ് ബെറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ബെറ്റി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് വരുന്നേയില്ല. നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പ്രകാരം 152 ദിവസം ഇന്ത്യയിലുണ്ടാവണം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ പ്രകാരം 60 ദിവസം ഇന്ത്യയിലുണ്ടാവണം പ്രീവിയസ് ഇയറിൽ, പ്ലസ് അതിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടാവണം. ഇവിടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലോട്ട് വരുന്നേയില്ല. അപ്പോൾ മിസ് ബെറ്റി ഈസ് നോൺ റെസിഡൻ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മനസ്സിലായോ?
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ക്ലിൻറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഫ്രാൻസ്. ഡ്യൂറിങ് ദ പാസ്റ്റ് ഹി വാസ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ ആസ് ഗിവൺ ബിലോ. നമുക്ക് 10-11 വർഷത്തെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡയറക്റ്റ് നമുക്ക് എല്ലാ വർഷത്തെയും ദിവസങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 2025-26 ആണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ 2025-26 101 ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 2025-26 101 ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ അവിടെ എഴുതി കൊടുക്കുക. അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. എന്നിട്ട് എന്ത് ചെയ്യുക? നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അത് അസസി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് എഴുതി കൊടുക്കുക. കാരണം അസസി 101 ദിവസം മാത്രമേ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിൽക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അസസി പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 60 ദിവസം പ്ലസ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രീവിയസ് ഇയറിൽ 101 ദിവസമുണ്ട്. അപ്പോൾ എന്തായാലും 60 ദിവസം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അത് എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അതിൽ തന്നെ പറയുന്നത് അതിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ എത്ര? 365 ദിവസം വേണം. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ 4 വർഷം എന്ന് പറയുമ്പോൾ 2024-25 വരും, 2023-24 വരും, 2022-23 വരും, 2021-22 വരും. ഓക്കെ, ഇത്രയാണ് വരിക. അപ്പോൾ ഇത് 210-ഉം 165-ഉം 10-ഉം. ഓക്കെ, പക്ഷെ 385-ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യൂലേ? 365 മതി. 4 വർഷത്തിനുള്ളിൽ 365 ദിവസം ഉണ്ടായാൽ മതി. അപ്പോൾ അത് ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. 60 ദിവസം പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ ഒട്ടും മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസത്തിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവിടെ അസസി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അസസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ക്ലിയർ അല്ലേ? റെസിഡൻ്റ് ആണ്. ഇനി നമ്മൾ എന്ത് നോക്കണം? അഡീഷണൽ കണ്ടീഷൻ നോക്കണം. ഇവിടെ അഡീഷണൽ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് 10 വർഷവും 7 വർഷവും എടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷം എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7 വർഷം എന്ന് പറയുമ്പോൾ 2018-19 വരെയാണ്. അത്ര വരെയുള്ളത് കൗണ്ട് ചെയ്ത് നോക്കാം. പക്ഷേ 842-ൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് മോർ ദാൻ 730 ഡേയ്സ് കിട്ടും. 7 വർഷത്തിൽ 730 ദിവസത്തിനേക്കാൾ കൂടുതൽ കിട്ടും. അതേപോലെ 7 വർഷം 10 വർഷം എടുക്കുക. 8, 9, 10 7 വർഷത്തിൽ 730 ദിവസത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 10 വർഷത്തിൽ എന്ത് കിട്ടും? 2 വർഷം റെസിഡൻറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് ആഡ് ചെയ്യണമെന്നില്ല. അത് 1400 സംതിങ് കിട്ടുന്നുണ്ട്. 10 വർഷത്തെ ഡാറ്റ എടുക്കുമ്പോൾ 1400-ന് മേലെ പോകുന്നുണ്ട്. നമുക്ക് എത്രയേ വേണ്ടു? 2 വർഷമേ വേണ്ടു. 730-ൻ്റെ അടുത്ത് തന്നെയാണത് വരുന്നത്. 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 730 ദിവസത്തിൻ്റെ അടുത്ത് തന്നെയാണ് വരിക. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് അസസി പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരുന്നു. അതേപോലെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷനും അസസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസസി റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മിസ്റ്റർ ക്ലിൻറ്റ് ഈസ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ ഈ ഒരു പ്രോബ്ലം? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.